18 വർഷം മുമ്പ് കാസർഗോഡ് ആദൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ 13 വയസ്സുള്ള മകളുടെ തലയോട്ടി അടങ്ങിയ പെട്ടി കോടതിയിലെ തൊണ്ടിമുറിയിൽ നിന്ന് ഏറ്റുവാങ്ങി ഉമ്മ ആയിഷ. 2006 ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുടകിലെ കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന മൊയ്തീന്റെ 6 മക്കളിൽ മൂത്തവളായ സഫിയ മാസ്തിക്കുണ്ടിലെ കരാറുകാരൻ ഹംസയുടെ വീട്ടിലെ ജോലിക്കിടയിൽ നേരിട്ടത് അതിക്രൂരമായ പീഡനമായിരുന്നു. ശരീരം പൊള്ളിക്കുക, തിളച്ച വെള്ളം ശരീരത്തിൽ ഒഴിക്കുക എങ്ങനെയുള്ള ക്രൂരതകൾ പതിവായതോടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പെൺകുട്ടി ബഹളം കൂട്ടിയിരുന്നു. ഇതോടെ കുട്ടിയെ ഹംസ ഗോവയിലെ സ്വന്തം ഫ്ളാറ്റിലേക്ക് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി വെട്ടിമുറിച്ച് അവിടെ പണി നടക്കുകയായിരുന്ന ഡാം സൈറ്റിൽ കുഴിച്ചിടുകയായിരുന്നു. 2008 ജൂൺ 5-നാണ് തലയോട്ടിയും കുറച്ച് അസ്ഥികഷ്ണങ്ങളും ഇവിടെ നിന്ന് കണ്ടെടുക്കുന്നത്. ഇത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വിചാരണ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും അപ്പീലിൽ ഹൈക്കോടതി ജീവപര്യന്തമാക്കി. അതിനുശേഷമാണ് മതാചാരപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ മാതാപിതാക്കൾ ജില്ലാ കോടതിയിൽ ഹർജി നൽകിയത്. പ്രതി ഹംസയുടെ ഗോവയിലെ ബന്ധങ്ങൾ കണ്ടെത്തി ക്രൈംബ്രാഞ്ചിന് വിവരങ്ങൾ നൽകിയതിലൂടെയാണ് അന്വേഷണം അവിടേക്ക് നീണ്ടതും പ്രതി പിടിയിലായതും. 2012 ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെത്തിയ കേസിൽ 2015 വിചാരണ പൂർത്തിയാക്കി പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. തലയോട്ടിയും മറ്റും സിതാംഗോളി മുഹിമാത്തിൽ എത്തിച്ച് ശുദ്ധികർമ്മവും മയ്യത്ത് സംസ്കാരവും നടത്തിയ ശേഷം കൊടുക് അയങ്കേരി മൊഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ കൊണ്ടുപോയി രാത്രി തന്നെ ഖബറടക്കി.